ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നൂനിയയിലെ 5-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അൽ അസ്മാ വ സിഫാത്ത് അറിയുന്നതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും അതിൻ്റെ നേട്ടങ്ങളുമൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ആ മുഖദ്ദിമയിൽ തുടരുന്നു. ആര് അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞുവോ ഫജാല മിനൽ മഅരിഫത്തി ഫി മയാദീനിഹ വ അസാമ ഐന ബസീറത്തിഹി ബൈന റിയാദിഹ വ ബസാതീനിഹ ലിതയഖുനിഹി ബിഅന്ന ശറഫൽ ഇൽമി താബിഉൻ ലിശറഫി മഅലൂമിഹി. ഏതൊരു വിജ്ഞാനത്തിൻ്റെയും മഹത്വം നിലകൊള്ളുന്നത് ആ വിജ്ഞാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൻ്റെ ശ്രേഷ്ഠതക്കും മഹത്വത്തിനും അനുസരിച്ചാണ്. വലാ മഅലൂമ അഅളമു വ അജല്ലു മിമ്മൻ ഹാദിഹി സിഫത്തുഹു. ഈ വിശേഷണങ്ങളുടെ ഉടയവനായ അഥവാ അള്ളാഹുവിനോളം മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒന്നും അറിയാനായി നമുക്ക് മനസ്സിലാക്കാനായി ലോകത്തില്ല തന്നെ. വഹുവദുൽ അസ്മാഇൽ ഹുസ്ന വസ്സിഫാത്തിൽ ഉല. ആ പടച്ചറബ് ഏറ്റവും ഉത്തമങ്ങളായ നാമങ്ങൾ ഉള്ളവനും അത്യുന്നതമായ വിശേഷണങ്ങളുടെയും ഉടമയാണ്. വ അന്ന ശറഫഹു അയ്ളൻ ബിഹസബിൽ ഹാജത്തി ഇലൈഹി. അതേപോലെ ഏതൊരു വിജ്ഞാനത്തിൻ്റെയും ശ്രേഷ്ഠത നിലകൊള്ളുന്നത് അതിലേക്ക് ഒരു മനുഷ്യൻ്റെ ആവശ്യത്തെയും പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒരു വിജ്ഞാനത്തിൻ്റെ പ്രസക്തി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കി കൊടുക്കുന്നത്. അൽ ഇൽമു യശ്റുഫു ബിഷറഫിൽ മഅലൂം എന്നർത്ഥം. ഒന്ന്, വിജ്ഞാനത്തിൻ്റെ ആ ചർച്ചാ വിഷയങ്ങളുടെ മഹത്വം അനുസരിച്ച് ഒരു വിജ്ഞാനത്തിന് മഹത്വമുണ്ടാകും. രണ്ടാമത്തേത്, ആ വിഷയം അറിഞ്ഞതുകൊണ്ട് അതിൻ്റെ ആവശ്യകത, ആളുകൾക്ക് എന്താണ് അതിൻ്റെ ഗുണം, അതിനെ അനുസരിച്ചും ഓരോ വിഷയത്തിനും ആളുകൾ പ്രാധാന്യം നൽകും. ഓരോരുത്തരെയും സംബന്ധിച്ച് അതിൻ്റെ മഹത്വം നിലകൊള്ളും. അതുകൊണ്ടാണ് അഖീദക്ക് അഥവാ ഇൽമു തൗഹീദിന് അൽ ഫിഖ്ഹുൽ അക്ബർ, ഏറ്റവും വലിയ ഫിഖ്ഹ് എന്ന് പറയാൻ കാരണം, അതായത് മറ്റ് ഫിഖ്ഹിനെ അപേക്ഷിച്ച് മനുഷ്യന്മാരുടെ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള കർമ്മശാസ്ത്ര മേഖലയിലെ ഫിഖ്ഹിനേക്കാൾ അഖീദക്ക് സ്ഥാനമുള്ളത് കൊണ്ടാണ് മുമ്പ് കാലം മുതലേ പണ്ഡിതന്മാർ അഖീദ വിഷയത്തിന് അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാൽ ആണ് ഒരു വിഷയം എന്താകുന്നത്, ഒരാളെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരമാകുന്നത്. ഒന്ന് ബിഷറഫിൽ മഅലൂം, രണ്ട് ഹാജത്തുന്നാസി ഇലൈഹി. വലൈസത്ത് ഹാജത്തുൽ അർവാഹി ഖത്തു ഇലാ ഷൈഇൻ അഅളമ മിൻഹാ ഇലാ മഅരിഫത്തി ബാരിഇഹ വ ഫാത്തിരിഹ. പടച്ചറബിനെ അറിയുന്നതിനേക്കാൾ ഒരു ആത്മാവിന്, ഒരു റൂഹിന് അഥവാ ഒരു മനുഷ്യന് ആവശ്യമുള്ള ഒന്നും വേറെയില്ല. തൻ്റെ സൃഷ്ടാവ്, തന്നെ രൂപപ്പെടുത്തി നിർമ്മിച്ചുണ്ടാക്കിയ അവനെ അറിയലും, അതേപോലെ തന്നെ വ മഹബ്ബത്തിഹി അവനെ സ്നേഹിക്കലും, വ ദിക്രിഹി അവനെ സ്മരിക്കലും, വൽ ഇബ്തിഹാജി ബിഹി അവനെ കൊണ്ട് സന്തോഷിക്കലും, വ ത്വലബിൽ വസീലത്തി ഇലൈഹി അവനിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കലും, വസ്സുൽഫ ഇൻദഹു അവൻ്റെ അടുക്കൽ ഏറ്റവും അടുത്ത സ്ഥാനം നേടുക എന്നതും അവനിലേക്ക് സാമീപ്യം നേടുക എന്നതിനേക്കാളുമൊക്കെ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള വേറൊരു കാര്യവുമില്ല. അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ പറഞ്ഞതൊക്കെയാണ്. വലാ സബീല ഇലാ ഹാദാ ഇല്ലാ ബിമഅരിഫത്തി ഔസാഫിഹി വ അസ്മാഇഹി. അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ അറിയാനും അവനെ വേണ്ട രൂപത്തിൽ സ്നേഹിക്കാനും അവനെ യഥാർത്ഥ രൂപത്തിൽ ദിക്ർ ചെയ്യാനും അവനെ ശരിയായ രൂപത്തിൽ അനുഭവിച്ച് ഒരാസ്വാദനം കണ്ടെത്താനും അവനിലേക്ക് അടുക്കുവാനും അവൻ്റെ സാമീപ്യം നേടുവാനുമൊക്കെ
ഈ വഴിയല്ലാത്ത വേറൊരു വഴിയില്ല. വലാ സബീല ഇലാ ഹാദാ ഇല്ലാ ബിമഅരിഫത്തി ഔസാഫിഹി വ അസ്മാഇഹി ഫകുല്ലമാ കാനൽ അബ്ദു ബിഹാ അഅലമ കാന ബില്ലാഹി അഅറഫ. ഒരാൾ അള്ളാഹുവിൻ്റെ അസ്മാഅകളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനായാൽ കാന ബില്ലാഹി അഅറഫ, അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല അറിവുള്ളവനായിരിക്കും. വലഹു അത്ലബ്, അള്ളാഹുവിനോട് കൂടുതൽ തേടുന്നവനായിരിക്കും, അള്ളാഹുവിനെ തേടുന്ന ആശ്രയിക്കുന്ന അവലംബിക്കുന്നവനായിരിക്കും. വ ഇലൈഹി അഖറബ്, അവനിലേക്ക് ഏറ്റവും അടുത്തവനായിരിക്കും. കാരണം അള്ളാഹുവിൻ്റെ കമാലിയത്ത്, അവൻ്റെ പൂർണ്ണതയും അവൻ്റെ മഹത്വവും അവൻ്റെ ഗുണഗണങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ഒരാൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് വർദ്ധിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അവനെ വലഹു അത്തുലബ്, അവനിലേക്കായിരിക്കും അയാളുടെ ഏറ്റവും വലിയ തേട്ടം. പടച്ചവനെ എല്ലാ വിഷയവും പടച്ച റബ്ബുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന, അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിനോടുള്ള തേട്ടം, അള്ളാഹുവിലേക്കുള്ള അന്വേഷണം, അതായിരിക്കും അയാൾ ഏതൊരു വിഷയത്തിലും കണ്ടെത്താം. വകുല്ലമാ കാന ലഹ അൻകറ. ഇനി നേരെ തിരിച്ച് അള്ളാഹുവിൻ്റെ അസ്മാകളെയും സിഫാത്തുകളെയും സംബന്ധിച്ച് അയാൾ അജ്ഹലാണെങ്കിൽ, അയാൾ അറിവില്ലാത്തവനാണെങ്കിൽ കാന ബില്ലാഹി അജ്ഹൽ, അയാൾ അള്ളാഹുവിനെ സംബന്ധിച്ചും എന്തായിരിക്കും? അജ്ഞനായിരിക്കും, അറിവില്ലാത്തവനായിരിക്കും. വ ഇലൈഹി അക്റഹ് വ മിൻഹു അബ്അദ്, പടച്ചവനോട് താല്പര്യമുള്ളവനല്ല, പടച്ചവനോട് വെറുപ്പുള്ള, അവനിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനായിരിക്കും. വല്ലാഹു തആല യുൻസിലുൽ അബ്ദ മിൻ നഫ്സിഹി ഹൈസു യുൻസിലുഹുൽ അബ്ദു മിൻ നഫ്സിഹി. ഒരാൾ അള്ളാഹുവിനെ എത്ര കണ്ട് പരിഗണിക്കുന്നുവോ അത്ര കണ്ടായിരിക്കും അള്ളാഹു അയാളെയും പരിഗണിക്കുക. അഥവാ അയാളുടെ മനസ്സിൽ അള്ളാഹുവിനുള്ള സ്ഥാനം എത്രയാണോ അതനുസരിച്ചായിരിക്കും അള്ളാഹു ഇയാളെയും പരിഗണിക്കുക എന്നർത്ഥം. ഫമൻ കാന ലിദിക്രി അസ്മാഇഹി വസിഫാത്തിഹി മുബ്ഗള, അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും സംബന്ധിച്ച് പറയുന്നത് ആർക്കെങ്കിലും അനിഷ്ടകരമാണെങ്കിൽ, ദേഷ്യമുള്ള കാര്യമാണെങ്കിൽ, വ അൻഹ മുഅരിളൻ നാഫിറൻ വ മുനഫിറ, അതിനോട് വെറുപ്പും പുച്ഛവും അതേപോലെ അതിനോട് നീരസവും പ്രകടിപ്പിച്ച് പിന്തിരിഞ്ഞു കളയുന്നവനാണ് ആരെങ്കിലുമെങ്കിൽ ഫല്ലാഹു ലഹു അശദ്ദു ബുഗ്ള, അള്ളാഹു അയാളോടും അങ്ങേയറ്റം ദേഷ്യപ്പെടുന്ന, കോപിക്കുന്ന, വെറുക്കുന്നവനായിരിക്കും. വ അൻഹു അഅളമു ഇഅറാള, പടച്ച റബ്ബ് അയാളിൽ നിന്നും അങ്ങേയറ്റം തിരിഞ്ഞു കളയും. വലഹു അക്ബറു മഖ്ത, അള്ളാഹു അങ്ങേയറ്റം ഇത്തരത്തിലുള്ള ആളുകളോട് കോപിക്കുന്നവനുമായിരിക്കും. ഹത്താ തഊദൽ ഖുലൂബു അലാ ഖൽബൈൻ, അങ്ങനെ മൊത്തത്തിൽ മനുഷ്യന്മാരുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ നോക്കിയാൽ രണ്ട് തരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും പരിഗണിച്ച, അതിനെ ശ്രദ്ധിക്കുന്ന ആളുകളുടെ ഹൃദയം. രണ്ട്, അതിനെയെല്ലാം അവഗണിച്ച, അള്ളാഹുവിൻ്റെ അസ്മാകളെയും സിഫത്തുകളെയും വെറുക്കുന്ന ഹൃദയങ്ങൾ. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. ഖൽബുൻ ദിക്റുൽ അസ്മാഇ വസ്സിഫാത്തി ഖൂതുഹു വ ഹയാതുഹു. ചില ആളുകൾക്ക് അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചും സിഫാത്തുകളെ സംബന്ധിച്ചുമുള്ള പരാമർശങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠനവും അന്വേഷണവുമൊക്കെ അവരുടെ ഹൃദയത്തിൻ്റെ കൂത്താണ്, ഭക്ഷണമാണ്. വഹയാത്തുഹു, ആ ഹൃദയത്തിൻ്റെ ജീവനാണത്. വനഈമുഹു വഖുറത്തു ഐനിഹി, അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഹൃദയത്തിൻ്റെ വസന്തം, അതിൻ്റെ അനുഗ്രഹവും ആഹ്ലാദവും അതിലാണ്. അതേപോലെ അയാളുടെ കൺകുളിർമ, അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്തോറും അയാൾക്ക് വല്ലാത്ത അനുഭൂതിയും അതേപോലെ സന്തോഷവുമായിരിക്കും. ലൗ ഫാറഖഹു ദിക്റുഹ, അയാളോട് അല്ലെങ്കിൽ അയാളുടെ ആ ഹൃദയത്തിൽ നിന്ന് പടച്ച റബ്ബിൻ്റെ അസ്മാകളെ സംബന്ധിച്ചും സിഫാത്തുകളെ സംബന്ധിച്ചുമുള്ള ആ അറിവ് അകന്നുപോയാൽ, വ മഹബ്ബത്തുഹ, പടച്ചവൻ്റെ അസ്മാകളോടും സിഫത്തുകളോടുമുള്ള സ്നേഹം അതൊന്ന് നിലച്ചു പോയാൽ, കട്ടായിപ്പോയാൽ,
സാഅത്തൻ അല്പസമയത്തേക്കെങ്കിലും ലസ്തഗാസ അയാൾ ഉടനെ അള്ളാഹുവിനോട് സഹായം തേടും. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവെ, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്നയാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അഥവാ അയാളുടെ ഏറ്റവും വലിയ സന്മാർഗത്തിൻ്റെ പാതയായ അയാൾ കണ്ടതിൽ നിന്ന് എന്തെങ്കിലും ഒരു പിന്നാക്കം അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അയാൾ എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും അള്ളാഹുവിലേക്ക് സഹായം തേടി ചെല്ലുകയും ചെയ്യും. അള്ളാഹുവെ, എനിക്ക് ആ ഉന്നതമായ അറിവും അതേപോലെ ആ ജീവിതവും നീ തടയല്ലേ, നിഷേധിക്കല്ലേ എന്ന അവസ്ഥയിൽ ഫലിസാനു ഹാലിഹി യഖൂൽ, അയാളുടെ അവസ്ഥ പറയുന്നത് എങ്ങനെയായിരിക്കും? യുറാദു മിനൽ ഖൽബി നിസ്യാനുക്കും വത്തിബാഉ അലൻ നാഖിലി, അതായത് ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം വിസ്മരിക്കാൻ ആണ് ഉദ്ദേശിക്കപ്പെടുന്നത്, പക്ഷേ അതിൻ്റെ പ്രകൃതം അങ്ങനെയല്ല, മറക്കാതിരിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഇയാളുടെ കവിത വേറെ ഏതോ സന്ദർഭത്തിൽ നിന്ന് എടുത്തൊരു വരിയാണെങ്കിലും ഈ സാഹചര്യത്തിലേക്ക് സൂട്ടബിളായൊരു വാചകമായിട്ട് മറക്കാൻ കൊതിക്കുന്നുവെങ്കിലും മറക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നർത്ഥം. അതേപോലെ വൈദ തഖാലൈതു അൽ ഫുആദ തനാസിയൻ അൽഫൈതു അഹ്ശാഇ ബിദാക ശിഹാഹ, മറക്കണമെന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞാലും പക്ഷേ എൻ്റെ മനസ്സ് കൂടുതൽ കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കും. ഇദാ മരിദ്നാ തദാവൈനാ ബിദിക്രികുമു ഫനത്റുകു ദിക്ര അഹ്യാനൻ ഫനൻതകിസു. ഏകദേശം 3 കവിതകളുടെയും പദ്യശകലങ്ങളുടെയും ആശയം ഒന്ന് തന്നെയാണ്. വമിനൽ മുഹാലി അൻ യദ്കുറൽ ഖൽബ മൻ ഹുവ മുഹാരിബുൻ ലിസിഫാത്തിഹി, അസംഭവ്യമായ ഒരിക്കലും നടക്കാത്തൊരു സംഗതിയാണ് അൻ യദ്കുറൽ ഖൽബു, ഒരു മനസ്സ് ഓർക്കുക എന്നത്, മൻ ഹുവ മുഹാരിബുൻ ലിസിഫാത്തിഹി, ഏതൊരുത്തൻ്റെ വിശേഷണങ്ങളെ അംഗീകരിക്കാത്ത, അതിനോട് വെറുപ്പും വിദ്വേഷവും ശത്രുതയുമാണോ, അങ്ങനെയുള്ള ഒരാളെ നല്ല രീതിയിൽ ഓർക്കുക എന്നത് ഉണ്ടാകുന്ന കാര്യമല്ല. നാഫിറും മിൻ സമാഇഹ, അവൻ്റെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമില്ലായിരിക്കും. അതേപോലെ തന്നെ മുഅരിളുൻ ബികുല്ലിയതിഹി അൻഹ, എല്ലാ അർത്ഥത്തിലും അവനിൽ നിന്ന് വേറിട്ട് പോകുന്ന, തിരിഞ്ഞു കളയുന്നവനായിരിക്കും. സായിമുൻ അന്ന സലാമത ഫീ ദാലിക്, അവനെ കാണാതിരിക്കലും അവനെ കേൾക്കാതിരിക്കലും അവരിൽ നിന്ന് അകന്നു പോകലുമാണ് രക്ഷ എന്നായിരിക്കും ഏതൊരുത്തൻ്റെ വിശേഷണത്തെയും ഏതൊരുത്തൻ്റെ ഗുണത്തെയും നിഷേധിക്കുന്ന, വെറുക്കുന്ന, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്ത ആളുകൾക്കുണ്ടാകും. കല്ല വല്ലാഹി ഇൻ ഹുവ ഇല്ലൽ ജഹാലത വൽ ഖിദ്ലാൻ, വാസ്തവത്തിൽ അത് ഏറ്റവും വലിയ അജ്ഞതയും നിന്ദ്യതയുമാണ്. വൽ ഇഅറാദു അനിൽ അസീസിർ റഹീം, പരമകാരുണ്യകനായ അള്ളാഹുവിൽ നിന്നുള്ള പിന്തിരിഞ്ഞു പോക്കുമാണ്. ഫലൈസൽ ഖൽബു സ്വഹീഹു ഖത്തു ഇലാ ഷൈഇൻ അശ്വഖ മിൻഹു ഇലാ മഅരിഫത്തി റബ്ബിഹി തആല, എന്നാൽ രോഗങ്ങളില്ലാത്ത നല്ല മനസ്സാണെങ്കിൽ തീർച്ചയായും അത് പടച്ച റബ്ബിനെ അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള മനസ്സായിരിക്കും. വസിഫാത്തിഹി വ അഫ്ആലിഹി വ അസ്മാഇഹി, അവൻ്റെ വിശേഷണങ്ങളാകട്ടെ, അവൻ്റെ പ്രവർത്തനങ്ങളാകട്ടെ, അവൻ്റെ നാമങ്ങളാകട്ടെ, അത് അറിയാൻ ഏറ്റവും ആഗ്രഹമുള്ള, വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സായിരിക്കും രോഗമുക്തമായ നല്ല മനസ്സ്, ഈമാനിൻ്റെ തെളിമയുള്ള മനസ്സുകൾ. വല അഫ്റഹ ബിശൈഇൻ ഖത്തു കഫറഹിഹി ബിദാലിക്, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അറിയൽ കൊണ്ട് പടച്ചവനെ കൂടുതൽ അറിയുകയും അള്ളാഹുവിനോടുള്ള മഹബത്ത് അധികരിക്കുകയും അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റുകൾ കൊണ്ട് മനസ്സ് സജീവമാവുകയും ചെയ്യുന്നത് പോലെ അയാൾക്ക് വേറെ ഒന്നുകൊണ്ടും ഇത്തരം സന്തോഷവും ആഹ്ലാദവും നേടിയെടുക്കാൻ കഴിയുകയില്ല. വഖഫാ ബിൽ അബ്ദി ഖിദ്ലാനൻ അൻ യുദ്റബ അലാ ഖൽബിഹി സുറാദിഖുൽ ഇഅറാദി അൻഹ
വന്നഫ്രത്തി വത്തൻഫീർ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിന്ദ്യത എന്നത് അയാളുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ അസ്മാകളിൽ നിന്നും സിഫാത്തുകളിൽ നിന്നും തിരിഞ്ഞു കളയുന്ന മതിൽക്കെട്ടുകൾ അല്ലെങ്കിൽ കോട്ടകൾ പടുത്തുയർത്തപ്പെടുക എന്നതാണ്. അഥവാ അതിൽ നിന്ന് ഒരു തടസ്സമുണ്ടായി ആ ഒരു തൗഫീക്ക് നഷ്ടപ്പെട്ടു പോവുക എന്നതാണ് ഏറ്റവും വലിയ പരാജയവും നിന്ദ്യതയും. വൽ ഇസ്തിഗാലി ബിമാ ലൗ കാന ഹഖ്ഖൻ ലം യൻഫഅ ഇല്ലാ ബഅദ മഅരിഫത്തില്ലാഹി തആല അൽ ഈമാന ബിഹി വബിസിഫാതിഹി വഅസ്മാഇഹി. വൽ ഇസ്തിഗാലി ബിമാ ലൗ കാന ഹഖ്ഖൻ ലം യൻഫഅ, മനസ്സിൻ്റെ ഒരവസ്ഥയാണ് അവിടെ പറഞ്ഞത്. വൽ ഖൽബു സാനി, രണ്ടാമത്തെ തരത്തിലുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ഖൽബുൻ മദ്റൂബുൻ ബിസിയാത്തിൽ ജഹാല, അജ്ഞത കൊണ്ട്. അപ്പോൾ പടച്ചറബിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും അറിയുന്നത് കൊണ്ട് പ്രശോഭിതമായ, അതിൽ ആഹ്ലാദവും സന്തോഷവും കണ്ടെത്തുന്ന, പടച്ചറബിൽ ഏറ്റവും അറിവുള്ള ഒരു മനസ്സ്. രണ്ടാമത്തേത് ഖൽബുൻ മദ്റൂബുൻ ബിസിയാത്തിൽ ജഹാലത്തി ഫഹുവ അൻ മഅരിഫത്തി റബ്ബിഹി വ മഹബ്ബത്തിഹി മസ്ദൂദ്, അള്ളാഹുവിനെ അറിയുന്നതിൽ നിന്ന് തടയപ്പെട്ട, അതേപോലെ അജ്ഞതയുടെ ചാട്ടവാറ് കൊണ്ട് അടിയേറ്റ ഹൃദയം. ഇബ്നുൽ ഖയ്യിമിൻ്റെ സാഹിത്യത്തിൻ്റെ ചില പ്രയോഗങ്ങളാണ്, വളരെ ആകർഷണീയമായ ഭാഷയും ശൈലിയുമൊക്കെയാണ്. وطريق معرفة أسمائه وصفاته كما أنزلت عليه مسدود, അള്ളാഹു ഇറക്കിയതുപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും അറിയാനുള്ള വഴി അയാളുടെ മുന്നിൽ അടഞ്ഞു കിടക്കുകയാണ്. അഥവാ ശരിയായ രൂപത്തിൽ ഖുർആനും സുന്നത്തും പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഉള്ള ആ ശരിയുടെ നേർവഴി അയാളുടെ മുന്നിൽ എന്താണ്? മസ്ദൂദ്, അടഞ്ഞു കിടക്കുകയാണ്. ഖദ് ഖമശ ശുബഹൻ മിനൽ കലാമിൽ ബാത്തിൽ, എന്നിട്ട് അയാൾ എടുത്തണഞ്ഞിരിക്കുന്നത് നിരർത്ഥകതയുടെ, ബാത്തിലായ ഇൽമുൽ കലാമിൻ്റെ ചില ശുബ്ഹാത്തുകളും സന്ദേഹങ്ങളും ആശയക്കുഴപ്പങ്ങളുമാണ്. വലിയ മോടിയുള്ള വസ്ത്രം കണക്കെ അയാൾ വാരി ധരിച്ചിരിക്കുന്നത്. വർത്തവ മിൻ മാഇൻ ആജിനിൻ ഗൈരി ത്വാഇൽ, കെട്ടിക്കിടക്കുന്ന ദുർഗന്ധം വമിക്കുന്ന വെള്ളത്തിൽ നിന്നാണ്, അഥവാ രുചിയും നിറവുമെല്ലാം മാറി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് അയാൾ ഇർത്തവ, ദാഹം തീർക്കുന്ന കുടിക്കുന്നത്. തഅജ്ജു മിൻഹു ആയാത്തു സിഫാത്തി വ അഹാദീസുഹാ ഇലല്ലാഹി അജീജ, അയാളിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒച്ച വെക്കുന്നുണ്ട്. റഫഅ സൗതഹു, അജ്ജ എന്ന് പറഞ്ഞാൽ തഅജ്ജു മിൻഹു ആയാത്തു സിഫാത്തി വ അഹാദീസുഹാ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുന്ന ഖുർആനിക വചനങ്ങളും അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകളും അള്ളാഹുവിലേക്ക് ഒച്ചയിട്ട് ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വതളിജ്ജു മിൻഹു ഇലാ മുൻസിലിഹാ ലജീജ, ആ ആയത്തുകളും ഹദീസുകളും ഇറക്കിയ പടച്ചവനിലേക്ക് ആവലാതി പറയുന്നുണ്ട് ഖുർആനിൻ്റെ ആയത്തുകളും വചനങ്ങളും. മിമ്മ യസൂമുഹ തഹരീഫൻ വ തഅത്തീല, ആ ഖുർആനിക വചനങ്ങളും ഹദീസിൻ്റെ വചനങ്ങളുമൊക്കെ അനുഭവിക്കുന്ന, നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ബാത്തിലിൻ്റെ ആളുകളുടെ കൈക്രിയകളും തഹരീഫും തഅത്തീലും നിഷേധവും അവരുടെ കോട്ടിമാട്ടലുകളുമെല്ലാം അനുഭവിച്ച് കണ്ട് കേട്ട് എന്ത് ചെയ്യാണ്? അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ ആവലാതിപ്പെടുന്നു. വയൂലി മആനീഹ തഗ്യീറൻ വ തബ്ദീല, അതേപോലെ ഈ ബാത്തിലിൻ്റെ ആളുകൾ അവർക്ക് ഈ ആയത്തുകളെയും ഹദീസുകളെയും മാറ്റിത്തിരുത്തി ഭേദഗതി വരുത്തി ദുർവ്യാഖ്യാനിക്കുന്നത് അനുഭവിച്ചുകൊണ്ട് അവ എന്ത് ചെയ്യുന്നു? പടച്ചവനോട് സങ്കടപ്പെടുന്നു എന്ന് ഒരു സാഹിത്യ രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ രണ്ട് തരത്തിലാണ് മനുഷ്യൻ്റെ മനസ്സ്.
ഒരു വിശ്വാസിയുടെ അവസ്ഥ ഖുർആനിനോടും സുന്നത്തിനോടും എന്ന പോലെ ഖുർആനിലും സുന്നത്തിലും വന്ന അള്ളാഹുവിൻ്റെ അസ്മാഅുകളോടും സിഫാത്തുകളോടും ഉള്ള നിലപാട് അത് അള്ളാഹ് പറഞ്ഞതാണ്, അത് അതേ രീതിയിൽ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. അതിനെ നിഷേധം കൊണ്ടോ യുക്തി കൊണ്ടോ അവരുടേതായ പരിമിതമായ ബുദ്ധിയും ചിന്തയും വെച്ചോ നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ചോദ്യം ചെയ്യലോ ഒന്നുമില്ലാതെ സമിഅന വസദ്ദഖന, ഞങ്ങൾ കേട്ടു, സത്യപ്പെടുത്തി. ലൈസ കമിസ്ലിഹി ഷൈഅ്, അള്ളാഹു എന്ത് വിശേഷണങ്ങൾ അള്ളാഹിനെ പറ്റി പറഞ്ഞാലും അതേപോലെ വേറെ ആരുമില്ല, അവൻ അന്യൂനനാണ്, ഏകനാണ് എന്നത് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹ് പറഞ്ഞു തന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന എല്ലാ സിഫാത്തുകളെയും വിശ്വാസികൾ സ്വീകരിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി ശരിയുടെ പാതയിലൂടെ സഞ്ചരിച്ച് പടച്ചറബിൻ്റെ പൊരുത്തം നേടി ഈ ലോകത്തും പരലോകത്തും വിജയം വരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.